അങ്ങനെ കുറച്ച് ദിവസങ്ങളുടെ ഒരുക്കങ്ങൾക്ക് വിരാമമെന്നോണം ഇന്ന് നമ്മൾ കോഴിമുട്ട അടവയ്ക്കാൻ പോവുകയാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം 1 വർഷങ്ങൾക്ക് മുൻപാണ് ഞാൻ അവസാനമായിട്ട് അടവെച്ചത്. ആ സമയത്ത് തന്നെയാണ് ഈ ഇൻക്യുബേറ്ററും ഞാൻ വാങ്ങുന്നത്. മലപ്പുറത്ത് നിന്ന് ഓർഡർ ചെയ്ത് വരുത്തിയതായിരുന്നേ ഈ ഇൻക്യുബേറ്റർ. ഇപ്പോൾ തൽക്കാലം ഇൻക്യുബേറ്ററിലാണ് ഞങ്ങൾ അടവയ്ക്കാൻ പോകുന്നത്. ഇനി കോഴി അടകിടക്കുന്ന സമയത്ത് നമുക്ക് കോഴിയെ വയ്ക്കാം. എന്തുകൊണ്ടും വളരെ ഉപകാരപ്രദമായ ഒരു ഉപകരണമാണ് ഈ ഇൻക്യുബേറ്റർ. കാരണം നമുക്ക് ഒരേ സമയത്ത് തന്നെ ഇതിലൊരു 30ഓളം മുട്ടകൾ നമുക്ക് അടവയ്ക്കാൻ സാധിക്കും. അതെടുക്കണ്ട, അവിടെ ഇരിക്കട്ടെ, അവിടെ ഇരിക്കട്ടെ. ഇത് വെള്ളം വെക്കുന്നതാണ്. ഇവിടെ കാര്യമായിട്ട് ആശാത്തി പണിയെടുക്കാണ്. അല്ല അമ്മ, പണിയെടുത്ത് തകർക്കാണ്. ഓ ഞാൻ ഇവിടെ എന്നെ മണ്ടാക്കാറ്. ഉമ്മ വിട്ടുകൊടു അക്കുട്ടി. ക്ലീനിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കണം. കുറച്ച് നേരം ഓൺ ആക്കി ഇടണം. ഓണാക്കാൻ പോവാ മീനു. അക്സേ ഇത് ഓൺ ചെയ്യാം. ആ ബാ ബാ പോവാ. എടുക്കോ നീ? എടുക്കോ? എടുത്തോ എടുത്തോ എട് അതെടു. അയ്യോ കുറച്ച് ദിവസം കൊണ്ട് നമ്മൾ ഓണാക്കാതെ വെച്ചിരുന്നത് കൊണ്ട് ഒരു 5 മിനിറ്റോളം ഇത് ഓൺ ചെയ്തിടണം. മോട്ടറിൻ്റെ സംവിധാനമാണ്. അപ്പോൾ ഇത് കുറച്ച് നേരം ഓൺ ചെയ്തിടണം. ഇനി മാത്രമല്ല ഇതിൽ 100 വോൾട്ടിൻ്റെ ബൾബാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. അപ്പം അത് ഇപ്പോൾ വർക്കിംഗ് ആണോ എന്നെല്ലാം ഒന്ന് ഇപ്പോഴത്തെ വർക്കിംഗ് കണ്ടീഷൻ നമുക്ക് അറിയേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് അടവെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. കുറച്ച് നേരം ഓണാക്കി ഇട്ടിട്ടേ വയ്ക്കാൻ പറ്റുള്ളൂ. ചൂടാവണം. കുറച്ച് നേരം ഓണാക്കി ഇട്ടേക്കണം. ഇനി മുട്ട വെച്ച് കൊടുക്കാം. അതിനാദ്യം നമുക്ക് കുറച്ച് വെള്ളം വെച്ചേക്കുന്ന ആ പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ചു കൊടുക്കാം. പെട്ടിക്കുള്ളിലെ ഈർപ്പം നിലനിർത്തുന്നതിനാണ് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അതുമാത്രമല്ല 21 ദിവസം ആവുന്നതിന് മുൻപ് വെള്ളം കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ അതനുസരിച്ച് വെള്ളം വീണ്ടും വീണ്ടും ഒഴിച്ചു കൊടുക്കണം. പിന്നെ ന്യൂസ് പേപ്പർ അടിയിൽ ഇട്ട് കൊടുക്കണം. ഇവിടെ ഇവിടെ പതിയെ പതിയെ ഇടല്ലേ, പൊട്ടി പോവേ. ആ ഇവിടെ അടുത്ത് നീ വെക്കണ. നിന്റെ റോള് മാറി കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ മുട്ട അടവയ്പ്പ് കഴിഞ്ഞു. ഇനി 21 ദിവസത്തെ കാത്തിരിപ്പാണ്. പിന്നെ മുട്ട അടവെച്ചു എന്ന് വെച്ച് നമുക്ക് ഒന്നും മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഡെയിലി രാവിലെയും വൈകിട്ടും ഈ മുട്ട ജസ്റ്റ് ഒന്ന് അനക്കി കൊടുക്കണം. അതിനുള്ള സിസ്റ്റവും ആ ഇൻക്യുബേറ്ററിനകത്ത് തന്നെ ഉണ്ട്. അതുമാത്രമല്ല വെള്ളം തീരുന്നതിനനുസരിച്ച് അത് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ, സീ യു.